വനയ ചേച്ചിയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. തൈപ്പറമ്പ് വീട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവതി വനയ ചേച്ചി ആണെന്നായിരുന്നു എല്ലാവരുടെയും വിചാരം. അതിന്റെ അഹങ്കാരം ചേച്ചിക്കും ഉണ്ടായിരുന്നു. സുനിച്ചേട്ടൻ തട്ടിവിടുന്ന പുളുവൊക്കെ ചേച്ചി കണ്ണു അടച്ച് വിശ്വസിച്ചു. എന്തൊക്കെയാ സുനിച്ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്? റോഡ് സൈഡിൽ 2 നില കെട്ടിടം വെക്കും, ബെൻസ് കാറ് വാങ്ങിക്കും. കഷ്ടം തന്നെ. വനയ ചേച്ചി അതൊക്കെ സ്വപ്നം കണ്ടു. അഹങ്കാരത്തിന് ദൈവം കൊടുത്ത അടിയാത്. മുരളിച്ചേട്ടാ, കല്യാണ സമയത്ത് സുനിച്ചേട്ട എനിക്ക് തന്ന ആ 4 പവന്റെ മാല ഞാൻ വനയ ചേച്ചിക്ക് തിരിച്ചു കൊടുക്കട്ടെ? ഈ സമയത്ത് അത് ചേച്ചിക്ക് പ്രയോജനപ്പെടും. അമ്മ സമ്മതിക്കൂ? അമ്മ അത് പെട്ടിക്കകത്ത് വെച്ച് പൂട്ടിയിരിക്കല്ലേ? അമ്മ വല്ലാതെ മാറിയിട്ടുണ്ട് മുരളിച്ചേട്ടാ. ഈ കാര്യം പറഞ്ഞ് ഞാൻ ചോദിച്ചാ തീർച്ചയായിട്ടും അമ്മ മാല തരും. നമ്മൾ വീട്ടിലേക്ക് ചെല്ലാൻ കൊച്ചേട്ടൻ പറഞ്ഞല്ലോ. പോകുമ്പോ ആ മാലയും കൊണ്ടുപോകണം. വനയ ചേച്ചിക്ക് കൊടുക്കാം. നിർത്ത്. ഒന്ന് വെയിറ്റ് ചെയ്യ്. പൈസ ഉടനെ കൊടുത്തയക്കാം. വേഗം വേണം. ആ എടോ പോലെ വാ വാ വാ. മോനെ, നീ അങ്ങ് ആളാകെ മിനിങ്ങിപ്പോയല്ലോ. ആ വേഗം ഒരു 145 രൂപ കൊടുത്ത് ആ ആട്ടോക്കാരനെ അയക്ക്. ഓ, കയ്യിൽ കാശില്ലാതെ അച്ഛൻ എന്തിനാണ് ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നത്? ബസ്സിന് വന്നൂടെ? അല്ലെങ്കിൽ തന്നെ വീട്ടിൽ നിന്ന് ഇവിടെ വരെ വരാൻ ഒരു 40-45 രൂപയിലാവൂ. അല്ല, അത് പിന്നെ ഞാൻ വരണ വഴിക്ക് വലിയ കൂട്ടനെയും കൊച്ചുകൂട്ടനെയും വീട്ടിലോട്ടൊന്ന് കയറി. ആ, അപ്പൊ ഓട്ടോ ചാർജ് അവിടുന്ന് വാങ്ങിക്കാണും. എടാ, നീ എന്താ മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത മട്ടിൽ സംസാരിക്കുന്നത്? ഞാൻ നിന്റെ അച്ഛനാ. നിന്നെ ഇവിടെ കൊണ്ടാക്കിയത് ഞാനാ. ആ, നിന്റെ ശമ്പളം എന്റെ കൈ തരണമെന്നുള്ള വ്യവസ്ഥയിലാ അങ്ങനെ ചെയ്തത്. ആ, മാസങ്ങൾ എത്ര കഴിഞ്ഞു? 10 പൈസ പോലും നീ എനിക്ക് തന്നിട്ടില്ല. ആ, ശമ്പളക്കാരനായിട്ടല്ല, അമ്മുവിന്റെ സഹോദരനായിട്ടാണ് ഞാൻ ഇവിടെ താമസിക്കുന്നതും കമ്പനിയിൽ ജോലി ചെയ്യുന്നതും. അതുകൊണ്ട് ഞാൻ ശമ്പളം വാങ്ങാറില്ല. പിന്നെ അമ്മു എല്ലാ മാസവും ഒരു തുക എന്റെ ഭാര്യയുടെ പേരിൽ അയച്ചു കൊടുക്കും. അത് എത്രയാണെന്ന് ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ട് പോലുമില്ല. ഭാര്യയുടെ പേരിലോ? അതെന്ത് ന്യായം? അവൾ എന്റെ 2 പിള്ളേരുടെ തള്ളയാണെന്ന ന്യായം. സാറേ, വേഗമാകട്ടെ, നേരം പോകുന്നു. വരണേ. ഉത്തമ, നീ അങ്ങോട്ട് മാറ്. ഞാനേ പൈസ അമ്മൂന്റെ അത് വേണ്ട, നടക്കില്ല. മോനെ വിഷ്ണു, ഞാന് ഓട്ടോറിക്ഷയില വന്ന് ഒരു 145 രൂപയായി. മോനൊന്ന് കൊണ്ടുപോയി കൊടുത്തയക്ക്. ആ, വേഗം. ഈ ഗുരുത്വദോഷി ഞാൻ പറഞ്ഞിട്ട് കേൾക്കില്ല, തർക്കുത്തരം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അമ്മച്ചി മരിച്ച ദിവസം എന്താ എന്നോട് പറഞ്ഞത്? എന്താ പറഞ്ഞേ? ഓർമ്മയുണ്ടോ? ഏയ് ഇല്ല. ബന്ധുക്കൾ കാര്യങ്ങൾ തീരുമാനിക്കും. വേലക്കാരനായ നീ ഒന്നിലും ഇടപെടണ്ടെന്ന്. ഏയ്, ഞാനങ്ങനെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു. ഈ ഓട്ടോ ചാർജിന്റെ കാര്യത്തിൽ മാത്രം ഞാൻ എന്തിനു ഇടപെടണം? രക്തബന്ധമുള്ളവർ ചേർന്നങ്ങ് തീരുമാനിച്ചാ പോരെ? എനിക്ക് വേറെ ജോലിയുണ്ട്. അതാ എന്റെ ശരി. ആ, അച്ഛനവിടെ നിക്ക്. ചെറിയമ്മ മരിച്ച ദിവസം ഇവിടെ എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? ആങ്ങളമാരെ ഇറക്കി വിട്ട കൂട്ടത്തിൽ അമ്മു അച്ഛനോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞല്ലേ? അങ്ങനെ പറഞ്ഞു. പിന്നെ എന്ത് ധൈര്യത്തിൽ അങ്ങോട്ട് കയറി വന്നത്? എടോ നന്ദി കെട്ടവന്, പട്ടാളത്തിൽ നിന്ന് പിരിച്ചുവിട്ട നിനക്ക് ഒരു തൊഴിലുണ്ടാക്കി തന്ന എന്നോട് തന്നെ നീ ഇങ്ങനെ ചെയ്യണം. അതെ, ചെറിയമ്മ മരിച്ചതോടെ അച്ഛൻ വാങ്ങിത്തന്ന ജോലിയുടെ കാലാവധി തീർന്നു. ഇപ്പൊ ഞാൻ ഇവിടുത്തെ ജോലിക്കാരനല്ല. പിന്നെ അമ്മു പറയുന്നതും കേട്ട് ഞാൻ അടങ്ങി ഒതുങ്ങി കഴിയുന്നു. ആ, അച്ഛനൊരു കാര്യം ചെയ്യും. ബന്ധുക്കളുടെ വീടുകൾ തോറും കയറി ഇറങ്ങി ഏഷണി കൂട്ടി പണപ്പിരിവ് നടത്താതെ ഒരു ട്യൂട്ടോറിയൽ കോളേജ് തുടങ്ങും. ഞാൻ ട്യൂട്ടോറിയൽ കോളേജ് തുടങ്ങാനോ? ഇടാ, അതിനൊക്കെ പഠിപ്പുണ്ടോടാ എനിക്ക്? ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ ട്യൂട്ടോറിയൽ അല്ല. പിന്നെ രക്തബന്ധത്തിന്റെ മഹത്വം വർണ്ണിക്കുന്ന ഒരു ട്യൂട്ടോറിയൽ. അമ്മ മരിച്ചാൽ മക്കൾ എങ്ങനെ കരയണം എന്ന വിഷയം അച്ഛൻ തന്നെ പഠിപ്പിക്കണം.
സ്വന്തം തന്തയെ പരിഹസിക്കണോടാ, സ്നേഹമില്ലാത്തവനെ, നന്ദിയിട്ടവനെ. നീയും പറയലടാ നാഴേക്ക് 40 വട്ടം ചോര ചോര ചോര, സ്വന്തം ചോര. അച്ഛൻ പഠിപ്പിച്ചു തന്ന പാഠമല്ലേ, ആ പറച്ചിൽ ഞാനിപ്പോ അങ്ങ് നിർത്തി. ചോര പോലും ചോര, വെള്ളം അതിനേക്കാൾ എത്രയോ ഭേദം. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. ഏത് മണ്ടനാണെന്ന് പറഞ്ഞത്? മോളെ, വല്യച്ഛൻ എന്തിനാ വന്നത്? മോളെ, നീ എന്നെ ഇറക്കി വിടരുത്. എവന്റെ ശമ്പളം എന്റെ കയ്യിൽ തന്നോളാന്ന് അന്ന് നീ സമ്മതിച്ചതല്ലേ? വല്യച്ഛൻ അങ്ങനെ പറഞ്ഞു, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ജോലി ചെയ്യുന്ന ആളിനല്ലേ കൂലി കൊടുക്കേണ്ടത്? എനിക്ക് ആകെ കഷ്ടമല്ലോ. പത്മാവതി മരിച്ച ദിവസം വലിയൂട്ടനും കൊച്ചുകൂട്ടനും കാട്ടിക്കൂട്ടിയ തെമ്മാടത്തനത്തിന് ഞാനും കൂട്ടുനിന്നു. എന്റെ അമ്മ മോള് ഈ വല്യച്ഛന് മാപ്പ് തരണം. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. നിനക്കൊരു കാര്യം അറിയാം മോളെ, അവന്മാര് രണ്ടുപേരും പൊളിഞ്ഞോണ്ടിരിക്കുക. വലിയൂട്ടന് ബോധമുള്ള സമയമേ ഇല്ല. അരുണയാ കമ്പനി നടത്തുന്നത്. അവളും ആ ദത്തം മലയാളിയുടെ മോനും കൂടി കമ്പനി. മതി മതി, എനിക്കിതൊന്നും കേൾക്കാനുള്ള സമയവും ഇല്ല, താല്പര്യവും ഇല്ല. 1000 രൂപ. വല്യച്ഛൻ ഇനി ഇവിടെ വരരുത്, വന്നാലും ഞാൻ പണം തരില്ല. ഈ 1000 കൊണ്ട് എന്താവാനാ എന്റെ മോളെ? ആട്ടോ ചാർജ് എന്നെ രൂപ 145 അമ്മ പറഞ്ഞത് കേട്ടില്ലേ? എന്താ പറഞ്ഞേ? ഇനി ഇവിടെ വരരുതെന്ന്. എടാ സാമന്തരോഗി, ഓ പാമ്പിനാണല്ലോ ഞാൻ പാല് കൊടുത്തത്. അതെ, ഞാൻ പാമ്പാണ്. മനുഷ്യനേക്കാ ഭേദമാണ് അച്ഛാ പാമ്പ്. വിഷമുള്ള പാമ്പിനെയും വിഷമില്ലാത്ത പാമ്പിനെയും തിരിച്ചറിയാം. വിഷമുള്ള മനുഷ്യനെയും വിഷമില്ലാത്ത മനുഷ്യനെയും എങ്ങനെ തിരിച്ചറിയും? അതുകൊണ്ട് അച്ഛൻ പോയി ഓട്ടോറിക്ഷക്കാരനെ പറഞ്ഞയച്ചിട്ട് അടുത്ത ബസ് കയറി നേരെ വീട്ടിൽ പോയിക്കോ. ആ പോട്ടെ പോട്ടെ, ടിൻഡിൻ ടിൻഡിൻ പോട്ടെ. നന്ദി കേട്ടവനെ സാമദ്രോഹി. പാവി നീ എന്നാ? 1000 രൂപ പോട്ടേന്നേ. ഡാഡിക്കൊന്നും കഴിക്കണ്ടേ? വേണ്ട, നീ വല്ലതും കഴിച്ചിട്ട് കിടന്നോ. എനിക്ക് ഉറക്കം വരുന്നില്ല ഡാഡി. മോള് പോയി കിടന്നോ, കണ്ണടച്ച് കിടക്കുമ്പോ ഉറക്കം വരും. മമ്മി ഇതുവരെ വന്നില്ലല്ലോ. ആ ഇല്ല. എന്തിനാ വന്നത്? അവിടെ തന്നെ കിടക്കാമായിരുന്നു. അതല്ലായിരുന്നോ കൂടുതൽ സൗകര്യം? അതായിരുന്നു സൗകര്യം. പക്ഷേ എന്റെ സൗകര്യം മാത്രം നോക്കിയല്ലല്ലോ ഞാൻ ജീവിക്കുന്നത്. എനിക്കൊരു കൊച്ചുണ്ടായി പോയില്ലേ? അയ്യോ, അതോർത്ത് നീ വിഷമിക്കണ്ട. കൊച്ചിനെ ഞാൻ വളർത്തിക്കോളാം. അവളൊരു ഭാരമായിട്ട് കരുതി നീ വിഷമിക്കണ്ട. കൊള്ളാവുന്ന ഒരു അച്ഛനായിരുന്നെങ്കിൽ എനിക്ക് വിഷമമില്ലായിരുന്നു. മോളെ അച്ഛൻ നോക്കിയാലും മതി. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. ദിവസത്തിൽ 1 മണിക്കൂർ പോലും പൂർണ്ണ ബോധമില്ലാത്ത അച്ഛൻ വളർത്തിയാലേ. വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. വേണ്ടടി, തുറന്നു പറഞ്ഞോ. ചീത്ത രീതിയിൽ ജീവിക്കുന്ന അമ്മ വളർത്തിയാൽ വരുന്ന കുഴപ്പത്തിൽ കൂടുതലൊന്നും വരാനില്ല. ഉണ്ടോ? ദേ, മര്യാദയ്ക്ക് സംസാരിക്കണം. മര്യാദ, മാന്യത, അന്തസ്, ആ വാക്കിന്റെയൊക്കെ അർത്ഥം നിനക്കറിയാവോ? എനിക്കറിയാം, മുമ്പും അറിയാം, ഇപ്പോഴും അറിയാം. അത് പഠിപ്പിക്കാൻ ഏതായാലും നിങ്ങൾക്ക് അർഹതയില്ല. ഇല്ലില്ല, അത് പഠിപ്പിക്കാൻ വേറെ ആളുണ്ടല്ലോ. നന്നായിട്ട് പഠിച്ചോളണം കേട്ടോ. കിട്ടിയ അവസരം കളയരുത്. ഇന്ന് 10:30 മണി വരെ പഠിച്ചു. ഇനി അങ്ങോട്ട് കൂടുതൽ നേരം പഠിച്ചോളണം. പിന്നെ നല്ല ഒന്നാന്തര അധ്യാപകനെയാണ് കിട്ടിയിട്ടുള്ളത്.
അവൻ കാര്യമായിട്ട് പഠിപ്പിക്കും. എ റിയലി ഡെഡിക്കേറ്റഡ് ടീച്ചർ. എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു എന്ന് അവന് തോന്നുന്ന ഒരു ദിവസം വരുന്നത് വരെ കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ സ്റ്റുഡന്റ് വീട്ടിലിരിക്കും. നിന്റെ സ്ഥാനത്ത് വേറെ സ്റ്റുഡൻസ് വരും. അത് മറക്കണ്ട. ആ ഒരു ദിവസം കാണാനുള്ള ശക്തി എനിക്കില്ല. കാരണം നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു പോയി. നീ പറയുന്ന താളത്തിനൊത്ത് തുള്ളി. കൂടുതൽ സാഹിത്യമൊന്നും പറയണ്ട. എന്നെ ഏറ്റവും മോശമായ നിലയിൽ തന്നെ നിങ്ങൾ കാണണമെന്ന് എന്റെ ആഗ്രഹം. കാരണം എന്നെ ഈ നിലയിലാക്കിയത് നിങ്ങളാ. നിങ്ങൾ കമ്പനി നടത്തിയപ്പോ ഞാൻ വീട്ടിലിരുന്നു. ഇന്ന് ഞാൻ കമ്പനി നടത്തുമ്പോ എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ജോലി നന്നായിട്ട് ചെയ്യണമായിരുന്നു. താൻ ഇരിക്കേണ്ടടുത്ത് താൻ ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറി നിരങ്ങും. അത് ഞാൻ കണ്ണിൽ കണ്ടതാണല്ലോ. നിന്നെ തല്ലി മുട്ടുകാലൊടിച്ച് ഈ മൂലക്കിടാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. എന്താ കാണോ? പിന്നെ അത് കുറെ പൊളിക്കും. എന്നെ തൊട്ടാലേ എനിക്കിപ്പോ പേടിയൊന്നുമില്ല. തൽക്കാലം എനിക്കൊരു സംരക്ഷണമുണ്ട്. ഓ, പിന്നെ കൂടുതൽ സംസാരിച്ച് സമയം കളയണ്ട. കുടിക്കാൻ പണമാണ് വേണ്ടതെങ്കിൽ ദാ എടുത്തോളൂ. ഡാഡി, മമ്മി. ഡാഡി. ഡാഡി പിന്നെയും കുടിക്കാൻ പോവാണോ? പൊയ്ക്കോ. പക്ഷെ പോയിട്ട് തിരിച്ചു വരുമ്പോ ഞാനിവിടെ കാണത്തില്ല. പോണമെന്ന് പറയുന്നതല്ലാതെ നമ്മൾ ഇതുവരെ വിനീതർ വീട്ടിലേക്ക് പോയില്ലല്ലോ. പോകുന്നതൊക്കെ കൊള്ളാം. ഈ യാത്രയുടെ മുഴുവൻ ഉത്തരവാദിത്വം മുരളിച്ചേട്ടനാ. അത് ഓർമ്മ വേണം. അല്ലാതെ അവിടെ ചെന്ന് എന്റെ അമ്മ അങ്ങോട്ട് തിരിഞ്ഞു, ചേച്ചി ഇങ്ങോട്ട് നോക്കിയില്ല എന്നൊക്കെ പരാതി പറയാനാണെങ്കിൽ നമുക്ക് പോണ്ട. എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. കൊച്ചേട്ടന്റെ കാലിൽ തൊട്ടൊഴുത് മാപ്പ് പറഞ്ഞതോടെ എന്റെ വിഷമമൊക്കെ മാറി. കൊച്ചേട്ടൻ എന്നെ അനുഗ്രഹിച്ചല്ലോ, അത് മതി. വീട്ടുകാരും കുടുംബക്കാരും ഉപേക്ഷിച്ചാ നീ എൻ്റെ കൂടെ വന്നത്. നിന്റെ മനസ്സിൽ വിഷമമുണ്ട്. ആ വിഷമം മാറ്റണം. അതിനുവേണ്ടി ഞാൻ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാ. എന്നൊക്കെ ഇപ്പൊ പറയും. പിന്നെ അവിടെ ചെല്ലുമ്പോ ദേ മുരളിച്ചേട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞേക്കാം, കൊച്ചേട്ടനെ അമ്മൂമ്മയും പോലെ വേറെ ആരും പെരുമാറിയില്ലെന്ന് വരും. അതൊക്കെ മുന്നിൽ കണ്ടിട്ട് വേണം പോവാൻ. പോരെങ്കിൽ ഞങ്ങളുടെ അമ്മാവനും ഇപ്പൊ അവിടെയുണ്ട്, സുനിച്ചേട്ടന്റെ അച്ഛൻ. ഓ, എനിക്ക് മനസ്സിലായടി ഭാര്യയെ. ഞാനൊരു താഴ്ന്ന ജാതിക്കാരനാ, നിങ്ങൾ വലിയ കൊമ്പത്ത് ആൾക്കാരാ. നിന്നെ ഞാൻ വശീകരിച്ച് അടിച്ചു മാറ്റി കൊണ്ടുവന്നാണ് എന്നൊക്കെ പറയും. ചില മനുഷ്യരങ്ങനെയാ. ഞാൻ ദിവസവും വണ്ടിയും കൊണ്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എത്ര പേരെ കാണുന്നു, എന്തെല്ലാം തരക്കാരാ. ചിലർ നമ്മളെ കാണുമ്പോൾ മുഖം വീർപ്പിക്കും, ചിലർ വലിയ ലോഹ്യം പറയും, വേറെ ചിലർ പറ്റിക്കാൻ നോക്കും. ഇതിപ്പോൾ അവരുടെ സ്ഥാനത്ത് നമ്മളാണേലും ഇതിനേക്കാൾ ബോറായിട്ടേ പെരുമാറൂ. ഞാൻ അങ്ങനെ വിചാരിച്ചോളാം. എന്ന് വെച്ചേ നീ അത്രയ്ക്ക് അങ്ങോട്ട് താഴെയും മറ്റും വേണ്ട. അവരുടെ മോള് നിന്റെ ഭാര്യ. ആ ബഹുമാനം നിനക്ക് അവര് തരണം. തരുന്നെങ്കിൽ സന്തോഷം. അമ്മ ഏതായാലും ഇതിൽ ഇടപെടണ്ട. അധികം വൈകാതെ നമുക്ക് പോണം. എടേ, എന്റെ പശുവിനെ കെട്ടുന്ന സ്ഥലത്ത് നിന്റെ പശുവിനെ കെട്ട ആരടി പറഞ്ഞത്? ഇത്രയും കാലം നിങ്ങളുടെ പശുവല്ലേ ഇവിടെ മേഞ്ഞത്. ഇനി എന്റെ പശു ഒന്ന് മേയട്ടെ. എത്ര മേഞ്ഞാലെന്താ? നിന്റെ ഈ ഉണക്ക പശുവിന് എത്ര പാല് കിട്ടുന്ന നിന്റെ വിചാരം? 1/2 ലിറ്റർ പാല് കിട്ടിയ അത്ഭുതം. 3000 രൂപയുടെ പശു തന്നല്ല, എവിടെയോ പട്ടിണി കിടന്ന് എല്ലും തോലും ആയ ഒരു പശു. എന്റെ പശുവേ 20,000 രൂപ വിലയുള്ളതാ. അളവ് കുറച്ച് കുറഞ്ഞാലും എന്റെ പശു തരുന്നതും പാല് തന്നെയാണല്ലോ. എനിക്കൊരു ഗ്ലാസ് ചായ കുടിക്കണമെങ്കിൽ പാലിനെ നിങ്ങളുടെ അടുത്തൊന്നും ഇറക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനൊരു പശുവിനെ വായിച്ചപ്പോഴത്തേക്ക് കണ്ണുകടിയായി. നിങ്ങൾ വലിയ പലിശക്കാരി മുതലാളിയമ്മ, ഞങ്ങളൊക്കെ തെണ്ടികൾ. അങ്ങനെ ആയിരുന്നല്ലോ വിചാരം. ഇനി കഥയൊക്കെ അങ്ങ് മാറും. ഞാൻ പാല് വിൽക്കും, കൊതുമ്പും മടലും വിൽക്കും. അങ്ങനെ കിട്ടുന്ന പൈസ ചിലപ്പോൾ ഞാൻ പലിശയ്ക്ക് കൊടുത്തൊന്നും ഇരിക്കും. അങ്ങനെ തന്നെ ചെയ്യണോടി. എന്നോടുള്ള അസൂയ കൊണ്ടെങ്കിലും നീ ജീവിക്കാൻ പഠിക്കണം.